അസ്സലാമു അലൈക്കും. എല്ലാ മുത്തുമണിയൊക്കെ സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ നേരത്തെ ഒരു വീഡിയോ കണ്ട് അത് എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. പിന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പെല്ലാം കല്യാണം കഴിക്കുന്ന സമയത്ത് പെണ്ണിന് എത്ര സ്വർണം കൊടുക്കും, അല്ലെങ്കിൽ എത്ര തെങ്ങ് കൊടുക്കും, അല്ലെങ്കിൽ സ്ഥലം കൊടുക്കും, അങ്ങനെയാന്നേ ചോദിച്ചുകൊണ്ടെന്നേ. ഇന്നിപ്പോൾ ഇനി എന്താ ഇവിടെ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ തെങ്ങും സ്വർണ്ണമൊന്നുമല്ല. ഇന്ന് ചോദിക്കുന്നത് ചെക്കൻ്റെ വീട്ടുകാർ പെണ്ണിനോട് ചോദിക്കുക പെണ്ണിൻ്റെ ബ്ലഡിൻ്റെ സാമ്പിള്. അപ്പോൾ അതേപോലെ തിരിച്ച് പോരും പെണ്ണിൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ ബ്ലഡിൻ്റെ സാമ്പിള്. അത് എന്തിനാന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് പിടികിട്ടിയാ? ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഇനിയുള്ള കാലങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എല്ലാവരും വളരെ ജാഗ്രതയിൽ, എനിക്കതേ പറയാനുള്ളൂ. എല്ലാവരും നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുക, മക്കൾ വഴിതെറ്റാണ്ട് നോക്കുക, നമ്മൾ എപ്പോഴും നിസ്കരിക്കുക, മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക, മക്കളോട് നല്ല കാര്യങ്ങൾ പറയുക, മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഉമ്മയപ്പയും ബാപ്പയും തല്ലുകൂടാണ്ടിരിക്കുക. അപ്പോൾ സ്നേഹം കൊടുക്കുക, അപ്പോൾ നമ്മളെ കൂടെ പോരും. അതുപോലെ തന്നെ നല്ല ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ വീട്ടിൽ നിന്ന് ടി വി കാണുന്ന ആളാണെങ്കിൽ അതിൽ ഒഴിവാക്കുക. ചില ആൾക്കാർ സീരിയലെല്ലാം കാണുന്നവരുണ്ടാവും, ഞാൻ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ അത് എൻ്റെ അവസ്ഥ അങ്ങനെ തന്നെ. സീരിയൽ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്ത എന്തായെന്നൊരു ആകാംക്ഷയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ജോലി തീർക്കുന്നു. അപ്പോൾ ട്യൂഷന് പറഞ്ഞയക്കുന്ന കുട്ടികളെ ട്യൂഷന് വിടുന്നു, സ്കൂൾ പറഞ്ഞയക്കുന്ന കുട്ടികളെ സ്കൂൾ വിടുന്നു. നമുക്ക് ഈ സീരിയൽ കാണാനുള്ള മനസ്സിൻ്റെ വെമ്പലാണ് ഞാൻ പറയുന്നത്. പരിസര ബോധമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം ആ പെട്ടീനെടുത്ത് പുറത്ത് ദൂരെ കളയുക, എന്നാലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ ടി വി ഇല്ല. അഥവാ ഇവിടെ ടി വി ഉണ്ടെങ്കിൽ തന്നെ ഞാനും കാണും. ഞാനിവിടെ തനിച്ച് ഇരിക്കുന്ന സമയത്ത് ഒന്ന് കാണാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അതുവരെ ജീവിതം ഇങ്ങനെ ചിട്ടയായി കൊണ്ടുവരുന്ന സമയത്ത് അത് പിന്നെ താളം തെറ്റും. രാവിലെ ആകുമ്പോഴേക്ക് ചോറും കറിയല്ലാതെ ആവും. പിന്നെ അതിന് ശേഷം പിന്നെ മറ്റുള്ള പണികൾ, പിന്നെ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞ് ചെറിയ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് നമ്മൾ റെഡിയായി നിൽക്കും ഓരോ നോക്കാൻ വേണ്ടിയിട്ട്. ടി വി ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിക്കും. ഒറ്റയ്ക്കല്ലേ, ചോറും കറിയെല്ലാം ആയല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ, കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ആ ഇബ്ലീസിനെ പെട്ടി ആദ്യം എടുത്ത് പുറത്ത് ചാടുക. എന്നിട്ട് നമ്മളെ മക്കളെ പുറകെ പോവുക. മക്കൾക്ക് തോന്നണം നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ തോന്നൽ ഓലിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു മക്കളും വെടുക്കായില്ല, ഒരു വെടുക്ക് ചിന്താഗതിയും ഓല പിടികൂടില്ല. ഓരോ കൂടെ തന്നെ നമ്മൾ നിൽക്കുക. ഓലിക്ക് വേണ്ടുന്ന ഫുഡ് കൊടുക്കുക. ഇനിയും ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു വന്നിട്ട് പൈസ കൊടുക്കുകയേ ചെയ്യാറ്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് പൈസ ഇല്ലെങ്കിൽ ഓല് നാളെ പൈസ എങ്ങനെയെങ്കിലും വസൂലാക്കിയിട്ട് കൊണ്ടുപോകും, നമ്മളറിയാണ്ട് തന്നെ. നമുക്ക് എപ്പോൾ ഓർമ്മിക്കണമെന്നില്ല. നമ്മൾ ആൽമാരിയിൽ ആടെ ഇവിടെയെല്ലാം പൈസ വെക്കും, നമ്മൾ നോക്കുന്നില്ലല്ലോ. പിന്നീട് അതിനാവശ്യം വരുമ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ